തിരുവനന്തപുരം സ്വദേശിയായ ഒരു തൊഴിലാളിയുടെ മകൻ വലിയ സ്വപ്നങ്ങളുമായി ഡോക്ടർ ആകാൻ ശ്രമിച്ച ഒരു വിദ്യാർത്ഥി നിതിൻ രാജ്. കണ്ണൂരിലെ അഞ്ചാരക്കണ്ടി ഡെന്റൽ കോളേജിൽ BDS പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഏപ്രിൽ മാസം 10-ാം തീയതി ഉച്ചയോടെ കോളേജ് കെട്ടിടത്തിന്റെ 5-ാം നിലയിൽ നിന്നും താഴെ വീണ് മരിച്ചു. പക്ഷെ ഇതൊരു സാധാരണ അപകടമല്ലായിരുന്നു. ഈ മരണത്തിന് പിന്നാലെ പുറത്തു വന്നത് കാസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള അപമാനം, ലോൺ ആപ്പുകളുടെ ഭീഷണി, കണ്ണീരോടെ ഒരു മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു വിദ്യാർത്ഥിയുടെ കഥ. നിതിന്റെ അച്ഛൻ രാജൻ പെയിന്റ് പണിയാണ് ജോലി. അമ്മ ലത. അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു, പക്ഷെ അസുഖം കാരണം ജോലി നിർത്തേണ്ടി വന്നു. അവരുടെ ചികിത്സയ്ക്കായി നിതിൻ തന്നെയാണ് എല്ലാം നോക്കിയിരുന്നത്. പറഞ്ഞു വന്നാൽ കുടുംബത്തിന്റെ ഒരു വലിയ ആശ്രയം നിതിൻ തന്നെയായിരുന്നു. 10-ാം ക്ലാസ്സിലും +2-ലും ടോപ്പറാണ്. നീറ്റ് 3 തവണ സ്വയം തയ്യാറായി എഴുതിയ വിദ്യാർത്ഥി. ഡോക്ടർ ആവുകയായിരുന്നു അമ്മയുടെ സ്വപ്നം. അതിനെ തന്റെ ലക്ഷ്യമാക്കി മാറ്റിയവൻ 2025 സെപ്റ്റംബറിൽ കണ്ണൂരിലെ അഞ്ചാരക്കണ്ടി ഡെന്റൽ കോളേജിൽ BDS പഠനം ആരംഭിച്ചു. ഏപ്രിൽ മാസം 10 ആ ദിവസം രാവിലെ തന്റെ സഹോദരി വിളിച്ചവൻ ഒരു 200 രൂപ ചോദിച്ചു ഭക്ഷണം വാങ്ങാൻ. അച്ഛനെയും സഹോദരിയെയും വിളിച്ചു. വീട്ടിലേക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒന്നും അസാധാരണമായി തോന്നിയതേയില്ല. പക്ഷെ കോളേജിനുള്ളിൽ വേറൊരു സംഭവം ഉണ്ടായി. നിതിൻ 14,000 രൂപ ഒരു ലോൺ ആപ്പിൽ നിന്നും എടുത്തിരുന്നു അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി. തുക തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ഈ റിക്കവറി ഏജന്റുമാർ അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു. അവനെ മാത്രമല്ല, അധ്യാപകരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഈ ലോൺ ആപ്പിൽ നിന്നും 98 മെസ്സേജുകൾ, നിരന്തരം കോളുകളുമായി വന്നുകൊണ്ടേയിരുന്നു. ടീച്ചറെയും വിളിച്ചുകൊണ്ടേയിരുന്നു. ഇത് കാരണം അധ്യാപികയായ ലത പ്രിൻസിപ്പൽ ഒരു പരാതി കൊടുത്തു. തുടർന്ന് പ്രിൻസിപ്പൽ നിതിനെ ഓഫീസിലേക്ക് വിളിച്ചു. അവിടെ ചെന്നവൻ പറഞ്ഞത് താൻ ഒരിക്കലും ടീച്ചേഴ്സിന്റെ നമ്പർ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല എന്ന്. പക്ഷെ ഇവിടെ അവന്റെ അമ്മയുടെ പേരും ലത ആയതിനാൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. എന്നാൽ കോളുകൾ വീണ്ടും വീണ്ടും തുടർന്നതേ ഉള്ളൂ. വിഷയം ഗുരുതരമായി. മീറ്റിംഗിന് ശേഷം നിതിൻ കണ്ണീരോടെ പുറത്തേക്ക് പോകുന്നതായിരുന്നു CCTV ദൃശ്യങ്ങളുടെ കാണിക്കുന്നത്. സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ പോലും അവൻ ലഞ്ചിന് പോകാൻ തയ്യാറായില്ല. അത്രയും അത്യന്തം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഉച്ചയ്ക്ക് 1:15 നിതിൻ കോളേജിന്റെ 5-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു ആത്മഹത്യ ചെയ്തു. ഗുരുതരമായ പരിക്കേറ്റ് അവനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഏകദേശം ഒരു 3:35 മരണം സംഭവിച്ചു. എങ്കിൽ പോലും കുടുംബത്തെ ഉടൻ അറിയിച്ചില്ല. പരിക്ക് പറ്റി എന്നൊക്കെ മാത്രമാണ് കോളേജിൽ നിന്നും ആദ്യം അവരെ അറിയിച്ചത്. അപ്പോഴും മരണവാർത്ത അവർ വാർത്തകളിൽ നിന്നാണ് അറിയുന്നത്. 2 ദിവസം കഴിഞ്ഞ് നിതിൻ അയച്ച ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നു. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ ഏറ്റവും ഗൗരവമായി വന്ന ഒരു ആരോപണം അത് ജാതി വിവേചനവുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബം വ്യക്തമാക്കുന്നത് കോളേജിലെ ചില അധ്യാപകർ അവനെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കുകയും അവന്റെ സാമൂഹിക പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി അവനെ അപമാനിക്കുകയും ചെയ്തു എന്നാണ്. നിതിൻ അയച്ച ഓഡിയോ സന്ദേശങ്ങളിലും ഇതേ ആരോപണം ആവർത്തിച്ചിരുന്നു. അവയിൽ ഒരു അധ്യാപകൻ അവന്റെ അമ്മയെക്കുറിച്ച് അപമാനകരമായി സംസാരിച്ചതും പരീക്ഷയിൽ മാർക്ക് കുറയ്ക്കുമെന്ന് പറഞ്ഞതും ക്ലാസ്സിൽ മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ നിർത്തി പരിഹസിച്ചുവെന്നും ഒക്കെ പറയുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട്, കഴിയുന്നത്ര ഞാൻ സഹിച്ചു എന്നുള്ള വാക്കുകൾ. അത് അവന് സംഭവിച്ച പീഡനത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. കുടുംബം പറയുന്നത് നിതിനെ സ്ലം ഡോഗ് എന്നും റോട്ട ഡോഗ് എന്നും വിളിച്ച് അപമാനിച്ചു എന്നാണ്. അവന്റെ സാമ്പത്തിക പശ്ചാത്തലവും കുടുംബവും ചൂണ്ടിക്കാട്ടി അധിക്ഷേപിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം മറ്റു വിദ്യാർത്ഥികളും മുന്നോട്ട് വന്ന് അവരുടെ സമാന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ചിലർ പറയുന്നത് അധ്യാപകൻ വിദ്യാർത്ഥികളെ ക്ലാസ്സിന് മുന്നിൽ നിർത്തി അപമാനിക്കുകയും അവരുടെ സാമൂഹിക പശ്ചാത്തലത്തെ ചൂണ്ടിക്കാട്ടിയും ചർമ്മത്തിന്റെ നിറത്തെ ചൂണ്ടിക്കാട്ടിയും വേർതിരിവ് കാണിച്ചുവെന്നാണ്. ചിലർക്ക് പ്രാക്ടിക്കൽ പരീക്ഷയിൽ അവരെ പരാജയപ്പെടുത്തുമെന്നുള്ള ഭീഷണികളും മുഴക്കിയിട്ടുണ്ട്. എല്ലാ ആരോപണങ്ങളും ചേർത്ത് നിതിൻ നേരിട്ടത് വെറും ഒരു വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല, മറിച്ചൊരു സംവിധാനപരമായ വിവേചനമാണ് അവൻ അവിടെ നേരിട്ടത്. ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. പോലീസ് ഈ ആരോപണങ്ങളെ ഗൗരവമായി പരിഗണിച്ചു. SC/ST അതിക്രമ നിരോധന നിയമം ഉൾപ്പെടുത്തി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. 2 അധ്യാപകരെ സസ്പെൻഡും ചെയ്തു. മറ്റൊരു വശത്ത് ഈ ലോൺ ആപ്പിനെതിരെയും FIR രജിസ്റ്റർ ചെയ്തു. പക്ഷെ സഹപാഠികൾ പറയുന്നത് ഇത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആരോപണമാണ് ഈ ലോൺ ആപ്പിന്റെ കാര്യം എന്നാണ്. അതായത് യഥാർത്ഥ പ്രശ്നം മറ്റൊന്നാണ്. സഹോദരി പറയുന്നത് അത് തന്നെയാണ്. അവൻ ലോൺ എടുത്തിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അവൻ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല എന്നാണ്. അപ്പോ ലോൺ ഒരു പ്രശ്നമല്ല. എന്നാൽ ഇപ്പോഴും മറുപടി കിട്ടാത്ത ഒരുപാട് ചോദ്യമുണ്ട്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു യുവാവ്, സ്വപ്നങ്ങൾ നിറഞ്ഞൊരു ജീവിതം, 1 മണിക്കൂറിനുള്ളിൽ എല്ലാം അവസാനിച്ചു. ആ കോളേജ് മതിലുകൾക്കുള്ളിൽ അപ്പോ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതൊരു ആത്മഹത്യയാണോ, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ പരാജയമാണോ? ഇന്നും കുടുംബം ചോദിക്കുന്നുണ്ട്, എന്റെ മകന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്ന്.
സത്യത്തിൽ ഇതൊരു കഥയല്ല, യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനവികതയും മാനുഷികതയും അത്യാവശ്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ മാനസിക ആരോഗ്യം ജീവിതത്തിന് തന്നെ തുല്യമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം.